നമസ്കാരം പ്രിയ സുഹൃത്തുക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു ആധാർ കാർഡ് ഇത് നമ്മുടെ സാധാരണ പേപ്പർ ടൈപ്പിലുള്ള പ്രിൻ്റ് ഔട്ട് ആധാർ കാർഡാണ്. ഇതാണ് നമ്മുടെ ഒട്ടുമിക്കവരുടെയും കയ്യിലിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഭാരത സർക്കാർ ഈ ഒരു പേപ്പർ രൂപത്തിലുള്ള കാർഡിനെ PVC കാർഡാക്കി നൽകുന്നുണ്ട്. PVC കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ATM കാർഡൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ ടൈപ്പിലുള്ള കാർഡാക്കി നൽകുന്നുണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആധാറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. 50 രൂപയാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. ഈ 50 രൂപ അടച്ച് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് പോസ്റ്റ് വഴി നമ്മുടെ വീട്ടിലേക്ക് PVC ആധാർ കാർഡ് കിട്ടുന്നതായിരിക്കും. ചെറിയ PVC ആധാർ കാർഡ്, നമ്മുടെ ATM കാർഡ് സൈസിലുള്ള കാർഡ് കിട്ടുന്നതായിരിക്കും. ഇത്രയും വലിയ കാർഡ് നമുക്ക് കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ ഈ ഒരു PVC ആധാർ കാർഡിന് ഓൺലൈനായി നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെയും ഈ ഒരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ പോസ്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു അറിവ് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം തുറന്ന ശേഷം അവിടെ uidai.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. തുടർന്ന് വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ PVC ആധാർ കാർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലൊരു പേജ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന കോഡ് അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP കോഡ് അടുത്ത കാണുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. SMS ആയി നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിച്ച OTP കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന ഭാഗത്ത് ടിക്ക് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തുക. തുടർന്ന് നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോട്ടോ, അഡ്രസ്സ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാൻ സാധിക്കും. തുടർന്ന് താഴെ മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ബട്ടൺ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI മുതലായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ എളുപ്പത്തിന് വേണ്ടി നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം പ്രൊസീഡ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് OTP കോഡ് വരുന്നതായിരിക്കും. പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു OTP കോഡ് ആ ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് 50 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യുന്നതായിരിക്കും. തുടർന്ന് താഴെ നമ്മുടെ ഇത് അപ്ലൈ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ചെക്ക് സ്റ്റാറ്റസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി ആ ഒരു ഡൗൺലോഡ് പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും. താങ്ക് യു.